ഹായ് ഗൈസ്. അപ്പോൾ ഞാനിന്ന് നമ്മുടെ അടുത്ത വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു എൻഗേജ്മെൻറ്റ് മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മോയ്സ്ചറൈസർ യൂസ് ആക്കാം. PSCയുടെ അക്വാപ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. കുറച്ചെടുക്കുക. ഇതൊരു വാട്ടർ ബേസ്ഡ് മോയ്സ്ചറൈസറാണ്. എൻ്റെ ഒരു ആക്നി പ്രോൺ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സാണ് യൂസ് ചെയ്യാറ്. 395 എന്തോ ആണ് ഇതിന് റേറ്റ് വരുന്നത്. അടുത്തത് ഇതാ ഈ ഗ്ലോ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാട്ടർ മെലോൺ ഗ്ലോ, ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് കുറച്ചെടുക്കുക. എന്നിട്ട് നോസിൻ്റെ ഏരിയയിൽ, നെറ്റിയിൽ, ചീക്സിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുക. ഇത് നമ്മൾ സ്കിന്നൊന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ ഇത് ഹെൽപ്പാക്കും. പിന്നെ ഇതൊരു എക്സ്പെൻസീവ് പ്രൊഡക്റ്റ് ആണ്, പക്ഷേങ്കിൽ ഇത് ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റിന് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കേട്ടോ. നമ്മൾ മാക്കിൻ്റെ സ്റ്റോപ്പ് ക്രീം കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ച് മതി കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ മാക്കിൻ്റെ സ്റ്റോപ്പ് ക്രീമാണ്. ഞാൻ എൻ്റെ എല്ലാ ബ്രൈഡ്സിനും അതുപോലെ തന്നെ എനിക്കാണെന്നുണ്ടെങ്കിലും ഞാനിത് എല്ലാ മേക്കപ്പിന് മുമ്പായിട്ടും ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. കാരണം ഇത് നമ്മുടെ സ്കിന്നിന് ഒരു ഡീപ്പ് ഹൈഡ്രേഷൻ കൊടുക്കാൻ ഇത് ഹെൽപ്പാക്കുന്നുണ്ട്. മാത്രമല്ല ഒരു പ്ലം ലുക്കും തരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പ്രൈമർ ഇടാം. ഞാനിവിടെ യൂസ് ആക്കാൻ പോകുന്നത് സ്മാഷ് ബോക്സിൻ്റെ ഫോട്ടോ ഫിനിഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൈമറാണ്. ഇത് വന്നിട്ട് ഒരു പോർ പ്രൈമറാണ് കേട്ടോ. നമ്മൾ ചെറുതായിട്ട് ഒന്ന് പോറൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്യാതെ ഹെൽപ്പാക്കും കേട്ടോ. എനിക്ക് മേക്കപ്പ് ബ്ലെൻഡ് ചെയ്യാൻ എപ്പോഴും എൻ്റെ കൈ തന്നെയാണ് ഇഷ്ടം. ഈസി ബ്ലെൻഡിങ് ആണ് കൈ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ എല്ലാവരും ഇത് ഫോളോ ചെയ്യണം ഞാൻ പറയണില്ല. എനിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. അടുത്തതായിട്ടതാ നാർസിൻ്റെ ഫൗണ്ടേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നാർസിൻ്റെ ഫേവറേറ്റ് ബ്രാൻഡാണ്. 2 ഷെയ്ഡ് മിക്സ് ആക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് പഞ്ചാബ് ഒരു ഫെയർ ടു മീഡിയം സ്കിൻ ടോണിന് പഞ്ചാബ് പറഞ്ഞ ഷെയ്ഡ് ഓക്കെ ആയിരിക്കും കേട്ടോ. ദെൻ നമ്മളെപ്പോഴും ഫൗണ്ടേഷൻ എടുക്കുമ്പോൾ ഒന്ന് ഷെയ്ക്ക് ചെയ്യുന്നത് ബെറ്ററാണ്. പിന്നെ ഞാൻ എൻ്റെ ഷെയ്ഡ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഒരു നാർസിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ 2 ഫൗണ്ടേഷൻ തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഫൗണ്ടേഷൻസ് തമ്മിൽ, അതായത് ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് തമ്മിൽ മിക്സ് ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ ലോങ് ലാസ്റ്റ് ചെയ്യാൻ ചാൻസ് കുറവാണ്, ഓക്സിഡൈസ് ആയി പോകും. അപ്പോൾ ഒരേ ബ്രാൻഡ് തമ്മിൽ മാക്സിമം മിക്സ് ചെയ്യാൻ നോക്കുക. പിന്നെ ചെയ്യേണ്ട കാര്യം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും. അടുത്തത് നമ്മൾ കൺസീൽ ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ ടു ഫേസിൻ്റെ കൺസീലറാണ് എടുത്തിട്ടുള്ളത്. ഈ 2 ഫേസിൻ്റെ കൺസീലർ ഞാൻ ഫസ്റ്റായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ട്രസ്റ്റ് മീ, ഇത് സൂപ്പർ പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മേക്കപ്പ് ലവറാണ്, നല്ലൊരു കൺസീലർ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ എന്തായാലും വാങ്ങണം കേട്ടോ. അടുത്തത് ഞാനൊന്ന് കോണ്ടോർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ടെർമയുടെ ഒരു ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ടാണ് ഞാൻ കോണ്ടോർ ചെയ്യുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ എൻ്റെ നോസിലും അതുപോലെ തന്നെ ഇവിടെ ചീക്സിനടിയിലൊക്കെ ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കട്ട് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഫേസിന് നല്ലൊരു സ്ട്രക്ചർ കിട്ടും. നമുക്ക് ഡബിൾ ചിന്നൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡബിൾ ചിന്നൊക്കെ ഒന്ന് കുറഞ്ഞ പോലെ കാണിക്കാൻ ഇത് നല്ലതാണ്. ആക്ച്വലി 3D മേക്കപ്പ് ഒക്കെ പറയുന്നത് ഈ ഒരു സംഭവത്തിനാണ് കേട്ടോ. ചില ആളുകൾക്ക് അറിയത്തില്ല എന്താണ് 3D മേക്കപ്പ് എന്ന്. ഐബ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ LA Girlൻ്റെ ഒരു ഐബ്രോ പാലറ്റാണ് എടുത്തിട്ടുള്ളത്. ആക്ച്വലി ഇതൊരു പൊട്ട പ്രോഡക്റ്റാണ്. എനിക്ക് വലിയ താല്പര്യമില്ല പ്രോഡക്റ്റിനോട്. കാരണം ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നാറുണ്ട്, പിന്നെ പെട്ടെന്ന് നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. PSCയുടെ ഒരു പാലറ്റ് ഉണ്ട്, അത് സൂപ്പറാണ്. എപ്പോഴും പറയുന്ന പോലെ ഐബ്രോസ് എന്ന് പറയുന്നത് ഒരു ഫേസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അത് നമ്മൾ സൂപ്പറായിട്ട് ഫില്ല് ചെയ്യാൻ നോക്കുക. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ അധികം ബ്ലാക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് തോന്നും. അതുകൊണ്ട് എൻഡിൽ കൊടുക്കാൻ നോക്കുക. എന്നിട്ട് അത് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ നാച്ചുറലായിട്ട് നല്ല ഫിനിഷിങ്ങിൽ നിൽക്കും കേട്ടോ. അടുത്തത് നമ്മൾ ഹുദയുടെ പൗഡർ വെച്ച്
ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ ഹുദയുടെ പൗഡർ വെച്ചിട്ട് നമ്മൾ എല്ലായിടത്തും ബേക്ക് ചെയ്യുക. പ്രത്യേകിച്ച് നമ്മുടെ അണ്ടർ ഐ, സ്മൈൽ ലൈൻസ് അവിടെ എല്ലാം തന്നെ നമ്മൾ വിട്ടു പോകരുത്. നന്നായിട്ട് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും ക്രാക്സോ അല്ലെങ്കിൽ പാച്ചോ ഒന്നും തന്നെ ആവത്തില്ല. ബനാന ബ്രെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് മേക്കപ്പ് ലോക്ക് ചെയ്തതിന് ശേഷം ഞാനൊരു പൗഡർ ബ്രഷ് എടുത്തിട്ട് അതെല്ലാം തന്നെ നമ്മൾ തട്ടിക്കളയുന്നുണ്ട്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് ആയിട്ട് കിടക്കും. ദെൻ ഞാൻ എൻ്റെ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ഇവിടെ ഹുദയുടെ ഒരു ഐ ഷാഡോ പാലറ്റാണ് എടുത്തിട്ടുള്ളത്. നോട്ടി എന്നാണ് കേട്ടോ ഐ ഷാഡോ പാലറ്റിൻ്റെ പേര്. അതിൽ തന്നെ ഞാൻ റഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് ഫസ്റ്റ് ഇടാൻ പോകുന്നത്. ഈ ഒരു ഷൂട്ട് നമ്മൾ ട്രിവാൻഡ്രത്തുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് പാർവതി, ആളുടെ സെഫോറ എന്ന് പറഞ്ഞിട്ടുള്ള സലൂണിൽ വെച്ചാണ് ഞാനതിന് മേക്കപ്പൊക്കെ ചെയ്തിട്ടുള്ളത്. ആളുടെ സ്റ്റാഫ്സാണ് നമുക്ക് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തിട്ടുള്ളത്. നമ്മൾ കൊളാബറേറ്റ് ചെയ്യുന്നൊരു വർക്ക് കൂടെ ഉണ്ട് ഇത്. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ അവളുടേതായിരുന്നു. ഞാൻ മേക്കപ്പ് ചെയ്തു, അവരാണ് ഹെയറും കാര്യങ്ങളും എല്ലാം തന്നെ സെറ്റാക്കി തന്നത്. ദെൻ ഞാൻ ഒരു നോട്ടി എന്ന് പറഞ്ഞ ഷെയ്ഡ് വന്നിട്ട് കണ്ണിൻ്റെ എഡ്ജിലായിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ അധികം ഷെയ്ഡ് കൊടുത്തിട്ടില്ല, എൻഡിൽ മാത്രമേ ഈ നോട്ടി കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം ഷെയിംലെസ് എന്ന് പറഞ്ഞൊരു ഗ്ലിറ്റർ ഷെയ്ഡും ദെൻ പ്ലീസ് മീ എന്ന് പറഞ്ഞൊരു ഗ്ലിറ്റർ ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് ഞാൻ ഇന്നർ കോർണറിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഐ മേക്കപ്പ്. ആക്ച്വലി ഞാൻ ഈ ഒരു ഐ ഷാഡോ പാലറ്റ് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒട്ടും ടെസ്റ്റ് ചെയ്യില്ല. മാത്രമല്ല ഇത് വന്നിട്ട് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. നല്ല പിഗ്മെൻറ്റഡ് ആണ്. ഇപ്പം ഞാൻ എൻ്റെ ഐ മേക്കപ്പിൻ്റെ ഭംഗി ഞാൻ സ്വയം ആസ്വദിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, എനിക്ക് ആ ഒരു ഷെയ്ഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതിൽ വീഡിയോയിൽ എനിക്ക് അത് കറക്റ്റായിട്ട് കാണിച്ചു തരാൻ പറ്റുന്നില്ല, ബട്ട് നേരിട്ട് സൂപ്പറായിരുന്നു. ഞാൻ ഐ ഷാഡോൻ്റെ എക്സ്ട്രാ വീണതെല്ലാം തന്നെ ഞാനൊരു പൗഡർ ബ്രഷ് എടുത്തിട്ട് ഞാനത് തട്ടിക്കളയുന്നുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഹുദയുടെ നോട്ടി എന്ന് പറഞ്ഞ ഷെയ്ഡ് തന്നെ വെച്ചിട്ട് എൻ്റെ കണ്ണിനടിയിൽ ജസ്റ്റ് ഒരു ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് കാജലൊക്കെ ഇടാൻ നല്ല താല്പര്യമുണ്ട്, പക്ഷേ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ കണ്ണിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ചെറിയൊരു ആക്സിഡൻ്റ് ആയി. അതുകൊണ്ട് ഇങ്ങനത്തെ കാജൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറ്റി ഒഴിവാക്കിയേക്കുവാണ്. ലെൻസ് പോലും ഇടാത്തത് അതുകൊണ്ടായിരുന്നു. കുറച്ച് ഇപ്പോഴും ശരിയായിട്ടില്ല, ശരിയാവുന്നതേ ഉള്ളൂ. ചെറിയ ഇറിറ്റേഷനൊക്കെ ഉണ്ട് ഇപ്പോഴും. പിന്നെ സലൂൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അവരപ്പുറത്ത് അവരെ സർവീസസൊക്കെ എടുക്കുന്നുണ്ട്. അതെല്ലാവരും ഇഗ്നോർ ചെയ്യുക, വേറെ വഴിയില്ല. പിന്നെ നിങ്ങൾക്ക് നല്ല സർവീസ് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള സെഫോറ സലൂണിക്ക് വരിക. ആക്ച്വലി നല്ല സർവീസാണ്. ഞാൻ എൻ്റെ ഹെയർ കളറിങ്ങും ഹെയർ കെരാറ്റിനും എല്ലാം തന്നെ അവിടെ നിന്നാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഞാൻ ഒരു ഐലൈനർ വെച്ചിട്ട് മുകളിൽ മാത്രമായിട്ട് ലൈൻ ചെയ്യുന്നുണ്ട്. എന്നാലും ഒരു കംപ്ലീറ്റ് ലുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അതുകൂടെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ എൻ്റെ ഐബ്രോ പാലറ്റില്ലേ അത് തന്നെ എടുത്തിട്ട് ജസ്റ്റ് എൻ്റെ കണ്ണിനടിയിൽ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ഭയങ്കര പ്ലെയിനായിട്ട് തോന്നും എന്നെനിക്ക് തോന്നിപ്പോയി. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനൊരു പൊട്ട് കൂടെ വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ളൊരു പൊട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അടുത്തത് നമുക്കിതാ ബ്ലഷ് ചെയ്താൽ ബ്ലഷ് നമ്മൾ മാക്കിൻ്റെ ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. പിഞ്ച് മീ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ. ആക്ച്വലി ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തപ്പോൾ എൻ്റെ കയ്യിൽ മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് സ്ഥിരം പരിപാടി തന്നെ ഇതും ഫ്ലോപ്പായി. കുറച്ച് ഏരിയൊക്കെ നന്നായിട്ട് കിട്ടി, ബട്ട് പിന്നെ ഫുൾ നോയ്സസ് ആയി. അതുകൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ഇനി ഹെയർ സ്റ്റൈലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഒറ്റയ്ക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എനിക്കെൻ്റെ തലയിൽ തന്നെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്ത് തരാൻ പോകുന്നത്. എടാ എൻ്റെ പേരെന്താ? നിങ്ങളുടെ പേരെന്നെ? സന്ധ്യയാണ് നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പാർവതിയുടെ സ്റ്റാഫാണ് സന്ധ്യ. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം തന്നെ സന്ധ്യയുടെ കയ്യിലാണ്. ഹെയർ സ്റ്റൈലെല്ലാം തന്നെ നമ്മുടെ സെഫോറ സലൂണാണ് ചെയ്യാൻ പോകുന്നത്. കാരണം എനിക്ക് ഒറ്റയ്ക്ക് എൻ്റെ തലയിലൊന്നും ചെയ്യാൻ കഴിയത്തില്ല. വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ചെയ്യാമായിരുന്നു. ബട്ട് എനിക്ക് ഞാൻ തന്നെ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് അവരാണ് ചെയ്യുന്നത്.
പിന്നെ ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ പറയുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെഫോറ സലൂണിൽ ഗ്രൂം മേക്കപ്പും അതുപോലെ തന്നെ ബ്രൈഡൽ മേക്കപ്പും എല്ലാ തരത്തിലുള്ള സർവീസസും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സന്ധ്യ വന്നിട്ട് തമിഴാണ്. ആൾ വന്നിട്ട് എന്നോട് സംസാരിച്ച് എനിക്ക് എങ്ങനത്തെ ഹെയർ സ്റ്റൈൽ വേണം അങ്ങനെയൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ച് ഒരു ലുക്ക് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ പാർവതിയാണ് എല്ലാം തന്നെ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. ഞാൻ എല്ലാം ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല, കാരണം ഇത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരുപാട് കസ്റ്റമേഴ്സൊക്കെ ഉണ്ടായതുകൊണ്ട് ഹെയർ സ്റ്റൈൽ കുറച്ച് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയതുള്ളൂ. അപ്പോൾ ഞാൻ എടുത്ത ക്ലിപ്സൊക്കെ ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് ഒരു ബേസിക് ഹെയർ സ്റ്റൈലാണ്. മൊത്തം കേൾ ചെയ്തിട്ട് ഒരു ഫ്രീ ഹെയർ ആ ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്യാൻ പ്ലാൻ കേട്ടോ. നമ്മൾ ഫ്രണ്ടിൽ ഇതാ ഇങ്ങനെ ഒരു വേരിയേഷനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചെറുതായിട്ടൊന്ന് ബാക്ക് കോംബ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു പഫ് എഫക്റ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ എല്ലാം തന്നെ ഒന്ന് ബാക്കിലൊന്ന് സ്ലൈഡ് വെച്ച് സെറ്റ് ചെയ്തു. ദെൻ മുല്ലപ്പൂവൊക്കെ വെച്ച് സെറ്റ് ചെയ്തെങ്ങാണ്ടുള്ളൊരു ലുക്കാണ് നമ്മൾ ഫൈനലായിട്ട് കൊടുത്തത്. ഇനി ഏറ്റവും ലാസ്റ്റ് ലിപ്സ്റ്റിക്ക് വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ്പ് ലൈനറാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഷെയ്ഡ് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല, ഞാൻ നോക്കിയിട്ട് ഞാനിവിടെ താഴെ കൊടുക്കാം. അപ്പോൾ ബാക്കിൽ അവൾ മുല്ലപ്പൂവൊക്കെ വെക്കുന്നുണ്ട്. പാർവതി വന്നിട്ട് എങ്ങനെ വെക്കുക ഇങ്ങനെ വന്ന് വെക്കുന്ന പറഞ്ഞിട്ടുള്ള സജഷൻസോ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല എനിക്ക് ഏത് ലിപ്സ്റ്റിക് ഇട്ടിട്ടും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ഞാൻ ഒരുപാട് ലിപ്സ്റ്റിക്ക് മിക്സ് ചെയ്തിടുന്നുണ്ട്. എനിക്ക് വേണ്ട ലിപ്സ്റ്റിക്സ് എല്ലാം തന്നെ പാർവതി എടുത്ത് തരുന്നുണ്ട്. ആ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇത് ഏത് ഷെയ്ഡാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ നിൻ്റെ കയ്യിൽ കണ്ടില്ലേ അത്രയും ലിപ്സ്റ്റിക്ക് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു ഷെയ്ഡിലോട്ട് വന്നിട്ടുള്ളത്. എനിക്കൊരു ന്യൂഡ് ഷെയ്ഡാണ് എപ്പോഴും ഇഷ്ടം, അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ആ ന്യൂഡ് ഷെയ്ഡിലോട്ട് പോകും. അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു അടിപൊളി ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. എനിക്കിത് ഇഷ്ടമായി കേട്ടോ. ഈ ഒരു ലുക്കിന് ഇത് നന്നായിട്ട് പോകുന്നുണ്ട്. അതിനിടയ്ക്ക് സ്ലൈഡ് എൻ്റെ സ്കിന്നിൽ കയറി അതിൻ്റെ ഭാവങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചെറുതായിട്ട് കയറിയിട്ടുള്ളൂ, പക്ഷെ ഞാൻ ഒരുപാട് എക്സ്പ്രഷൻസ് ഇട്ട് ഞാൻ കുളവാക്കിയിട്ടുണ്ട്. ഇതാണ് പാർവതി ഒരു ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ആളും ആളുടെ ഹസ്ബൻഡ് അക്ഷയും ചേർന്നാണ് സലൂണും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ആൾ സന്ധ്യയ്ക്ക് ഓരോ സജഷൻസ് കൊടുക്കുന്നുണ്ട്. പൂവ് എങ്ങനെ വെക്കണം, അതുപോലെ എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് കുറച്ചുകൂടെ ഡാർക്ക് ആക്കാനൊക്കെ ആൾ സജഷൻസ് തരുന്നുണ്ട്. ആൾ ഒരു അടിപൊളി മെമ്പറാണ്. ആൾ സൂപ്പറായിട്ട് പാട്ടൊക്കെ പാടും. അടുത്തതായിട്ട് ഞാനൊരു ഹൈലൈറ്ററാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ബട്ട് എൻ്റെ ഫേസ് ചീക്കും നോസൊക്കെ നോക്കി ഒരു ഗ്ലോ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ സ്റ്റോപ്പ് ക്രീം ഇട്ടില്ലേ അതിൻ്റെ എഫക്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഹൈലൈറ്റർ പേര് എനിക്ക് ഓർമ്മയില്ല, ഞാനത് നോക്കിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. എൻ്റെ നോസിലും ചീക്കിലും ചിന്നിലും എല്ലാം തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട്. തെരിയല്ലേ, കാണല്ലേ, ഒന്നും കാണല്ലേ. സന്ധ്യ എനിക്ക് എൻ്റെ ബാക്കിലെ ഹെയർ സ്റ്റൈൽ കാണിച്ചു തരാൻ നിൽക്കുവാണ്. പക്ഷേ എനിക്കൊന്നും കാണുന്നില്ല. എനിക്കുള്ള തമിഴൊക്കെ വെച്ചുകൊണ്ട് ഞാൻ ആളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ പാർവതി എന്ത് ചെയ്തു, എനിക്ക് കാണിച്ചു തന്നു. അങ്ങനെ ഫൈനലി ഞാൻ കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബാക്കൊക്കെ ഭയങ്കര സെറ്റായിട്ടുണ്ട്. അതിനിടയിൽ വെച്ചിട്ട് അവരെത്ര മുല്ലപ്പൂ വെക്കണം എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ആളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഞാൻ അതിൽ കൊടുക്കാം. നല്ല കോമഡി ആയിട്ടുണ്ടായിരുന്നു. பிடிச்ச மாதிரி பண்ணிக்கோங்க. ഇതാണ് നമ്മുടെ ഹെയർ സ്റ്റൈൽ. ഒരു ബേസിക് ഹെയർ സ്റ്റൈലാണ്. ഞാൻ ബാക്ക് സൈഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു മുല്ലപ്പൂ വെച്ചിട്ടുള്ളൊരു ബേസിക് ലോ സ്കെയിൽസാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ നമ്മുടെ ഷൂട്ടിൻ്റെ കുറച്ച് ക്ലിപ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു ഫോട്ടോഗ്രാഫർ വന്നിട്ട് സീതാ കല്യാണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജാണ്. അവരെ പേജ് എടുത്ത് നോക്കിയാൽ അറിയാം, അടിപൊളി ഫോട്ടോസ് ഉണ്ട്. ഇവർ ട്രിവാൻഡ്രം ബേസ്ഡ് ഫോട്ടോഗ്രാഫേഴ്സ് ആണെങ്കിൽ പോലും ഇവർ ഓൾ കേരള സർവീസസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കോസ്റ്റ്യൂം വന്നിട്ട് മെഹക് ഡിസൈൻസ് ആയിരുന്നു. അതുപോലെ ജ്വല്ലറി ടീമിൻ്റെയും എല്ലാത്തിൻ്റെ പേരും കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും, അഡ്ജസ്റ്റ് ചെയ്യുക. ബൈ.